ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ആരും ഇതുവരെ ചെയ്ത് നോക്കാത്ത ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മുട്ട ബുൾസൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ മുട്ടയും ഇതുപോലെ ഇതിലേക്ക് അങ്ങ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പും അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ വെറും മുട്ട മാത്രം പ്ലെയിനായിട്ട് ബുൾസൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ടയാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതങ്ങ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ചട്ടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിതങ്ങ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇത് നമുക്ക് വെന്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് ഇത് നല്ലതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നമുക്കങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് നമ്മുടെ മുട്ട അതുപോലെ അങ്ങ് ബുൾസൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് റെഡി ആയതിന് ശേഷം, ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. ചൂടെടുക്കാൻ ഒരിക്കലും ചെയ്യരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ നമുക്ക് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതുപോലെ വേണമെങ്കിൽ ചട്ടി ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്കങ്ങ് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചട്ടിയിൽ നിന്ന് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബുൾസൈ റെഡിയായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 2 മുട്ട ഇതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ്, ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാം ഒരു സ്പൂണിൽ തന്നെയാണ് അളവെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 4 ഇല്ലി വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള അതേ സ്പൂണിൽ തന്നെ നമ്മൾ 2 സ്പൂണ് വിനാഗിരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഒരേ സ്പൂണിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ 2 സ്പൂണ് വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് മുഴുവനായിട്ടും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കുന്നത് മയോണീസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ, ഞാനിപ്പോൾ എൻ്റെ മിക്സിയുടെ ജാറ് ഇതുപോലെ കമത്തി അടക്കുന്ന മിക്സിയുടെ ജാറായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ അടച്ചെടുത്തിട്ട് നമ്മൾ തിരിച്ച് വെച്ചിട്ട് അടിച്ചെടുക്കുന്ന മിക്സിയുടെ ജാറായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എല്ലാം ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് മറ്റേ മോഡൽ മിക്സിയുടെ ജാറാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം അടിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ എല്ലാം ഒരുമിച്ചിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തെടുത്താലും ഒരു കുഴപ്പമില്ല. മറ്റേ മിക്സി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാനിതിവിടെ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണീസാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. മയോണീസ് ഒരുപാട് വിധത്തിൽ നമ്മൾ പല ഇതിലും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള മയോണീസ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ
ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു മയോണീസ് തന്നെയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.